അമേരിക്കൻ പോർവിമാനമായ F-16 ഇന്ത്യക്കെതിരെ ദുരുപയോഗം ചെയ്തതിൽ പാകിസ്ഥാനോട് വിശദീകരണം തേടി അമേരിക്ക. അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ആയുധ കരാറിന്റെ ലംഘനമാണിതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്കയുടെ വിശദീകരണം. ബാലാകോട്ട് വ്യോമാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചെന്ന് ഇന്ത്യ തെളിവ് സഹിതം വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പാകിസ്ഥാനെതിരെയുള്ള അമേരിക്കയുടെ ഈ നടപടി. എന്നാൽ പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ തകർത്തതുകൊണ്ട് വെട്ടിലായിരിക്കുന്നത് അമേരിക്കയാണ്. സൈനിക ശക്തിയിലും ആയുധ കച്ചവടത്തിലും ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക. അങ്ങനെയുള്ള അമേരിക്ക നിർമ്മിച്ച F-16 വിമാനം റഷ്യൻ നിർമ്മിതമായ ഇന്ത്യയുടെ മിഗ് വിമാനം തകർത്തത് അമേരിക്കയ്ക്ക് വലിയ ക്ഷീണമായിരിക്കുകയാണിപ്പോൾ. ലോകരാജ്യങ്ങളിൽ അമേരിക്കയ്ക്കുള്ള പ്രൗഢിയെയും തലക്കനത്തെയും മോശമായി ബാധിച്ചിരിക്കുകയാണ് ഈ സംഭവം. 1960കളിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന MiG-21 അമേരിക്ക വികസിപ്പിച്ച അത്യാധുനിക യുദ്ധവിമാനമായ F-16നെ തകർത്തു എന്ന ആശ്ചര്യം ഇനിയും ലോകരാഷ്ട്രങ്ങൾക്ക് വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ F-16 തകർന്നു വീണ വാർത്ത അമേരിക്കൻ സൈന്യത്തെ അത്യധികം നാണക്കേടിലാക്കിയിട്ടുണ്ട്. അതാണ് പാകിസ്ഥാനെതിരെ ഇത്തരമൊരു വിശദീകരണ നടപടി അമേരിക്ക സ്വീകരിക്കാൻ കാരണമെന്ന വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത്. എന്നാൽ അതെടുത്ത് ഇന്ത്യക്കെതിരെ പ്രയോഗിച്ച് പണി വാങ്ങിച്ചിരിക്കുകയാണിപ്പോൾ പാകിസ്ഥാൻ. തങ്ങൾ F-16 ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിട്ടില്ലെന്നും ഇന്ത്യയുടെ ആരോപണം തെറ്റാണെന്നുമുള്ള വാദത്തെ പൊളിച്ച് തെളിവ് സഹിതം ഇന്ത്യൻ വ്യോമസേന രംഗത്തെത്തിയതോടെ പാകിസ്ഥാൻ ഇപ്പോൾ പ്രതിരോധത്തിലാവുകയും ചെയ്തു.